ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ്. മനുഷ്യരാശിക്ക് നിത്യത നൽകുവാൻ സ്നേഹം തന്നെയായ ഒരുവൻ തൻ്റെ ജീവിതം ഹോമിച്ചതിൻ്റെ ചരിത്രമാണ് കുരിശ്. ലോകത്തെ ജയിച്ചവൻ്റെ കുരിശ്. മാറായിലെ കൈപ്പേറിയ ജലത്തിൽ മധുരം പകരുവാൻ കർത്താവ് മോശയ്ക്ക് നൽകിയ തടിക്കഷ്ണം പോലെ നമ്മുടെ ജീവിതത്തെ മധുരിപ്പിക്കുവാൻ ക്രിസ്തു തന്ന തടിക്കഷ്ണമാണ് കുരിശ്. കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്. ഈ കുരിശ് വഴി വിശ്വാസികൾ മരണത്തിൽ ജീവനും അപമാനത്തിൽ മഹത്വവും ബലഹീനതയിൽ ശക്തിയും നേടുന്നു. ഈശോയുടെ സ്നേഹസമർപ്പണം പൂർത്തിയാവുന്നതും കുരിശുമരത്തിൽ തന്നെ. നമ്മുടെ പാപപരിഹാര ബലി അർപ്പിക്കപ്പെട്ട ബലിപീഠവും വിശുദ്ധ കുരിശ് തന്നെ. കർത്താവിൻ്റെ കുരിശുമരം ഒരു വെല്ലുവിളിയാണ്, സ്നേഹിക്കാനുള്ള വെല്ലുവിളി. യഥാർത്ഥ ദൈവസ്നേഹത്തിൽ അനുദപിക്കുവാനും അതുവഴി സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ യഥാർത്ഥ ക്രൈസ്തവൻ ആകുവാനുള്ള വെല്ലുവിളി. ഒരു നല്ല മനുഷ്യന് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ജീവൻ കളയാൻ തയ്യാറായേക്കും. പക്ഷേ നാം പാപിയായിരിക്കെ നമുക്ക് വേണ്ടി ക്രിസ്തു ജീവൻ അർപ്പിച്ചു എന്നതിലാണ് കർത്താവിൻ്റെ കുരിശുമരണം വിലയുള്ളതാകുന്നത്. അർഹതയില്ലാതെ കിട്ടുന്ന കുരിശുകളെയാണ് സ്നേഹത്തോടെ നാം സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടത്. അത്തരം കുരിശ് സഹിക്കുവാൻ ദൈവകൃപ കൂടി നമുക്ക് വേണം. സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ മഹിമ കൊണ്ടോ അത് സാധിക്കുകയില്ല. കാരണം കുരിശ് സ്നേഹമാണ്. നാം സ്നേഹിക്കുമ്പോഴാണ്, സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് കുരിശ് വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ജയം കൊണ്ട് കുരിശ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് സംരക്ഷണ കവചം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.